എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമ പറഞ്ഞതല്ലേ ഞാൻ. മോൻ എന്ത് തെറ്റ് ചെയ്തെന്നാ പറഞ്ഞു വരുന്നത്? നിന്റെ ജീവിതം ഞങ്ങളായിട്ട് ഇല്ലാതായി പോവാൻ പാടില്ല. സ്വാതിയുടെ ജീവിതം എന്താണോ അത് തന്നെ അപ്പച്ചി എന്റെയും ജീവിതം. ഞങ്ങൾക്ക് രണ്ടായിട്ടൊരു ജീവിതമില്ല, ഒന്നേ ഉള്ളൂ. നിങ്ങളിങ്ങനെ ഹൃദയമില്ലാത്തവരെ പോലെ സംസാരിക്കാതെ ഇനിയെങ്കിലും അതൊന്നും മനസ്സിലാക്ക്. സ്നേഹിച്ചു പോയതിന്റെ പേരിലുള്ള കുറ്റബോധമൊന്നുമല്ല ഞാൻ പ്രകടിപ്പിക്കുന്ന. സ്വാതി, എനിക്ക് നിന്നോട് സംസാരിക്കണം. എന്താ സഞ്ജു ഇങ്ങനെ? സഞ്ജു പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. എനിക്കൊന്നും സഞ്ജുവിനോട് പറയാനില്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സ് ചേച്ചി കാണിക്കണം. രണ്ടുപേരും ഉള്ളിക്കൊണ്ട് നടക്കുമ്പോഴല്ലേ മനസ്സിന്റെ ഭാരം കൂടുക. തുറന്നു പറഞ്ഞ രണ്ടുപേർക്കും ആശ്വാസമാവും. എന്റെ മനസ്സിൽ എന്ത് ഭാരമുണ്ടെന്ന് അമ്മ പറയുന്നത്? എന്റെ മനസ്സ് ഫ്രീയാ, അഭിനയിക്കുന്നതല്ല ഞാൻ. സ്വാതി, നീ ഒന്ന് എണ്ണീറ്റിരുന്നേ, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാഞ്ചനെ, വാ, നമുക്ക് പുറത്തു പോവാം. വേണ്ട, സഞ്ജു സംസാരിക്കുന്നതിന് അച്ഛനും അമ്മയും പുറത്തു പോവേണ്ട കാര്യം എന്താ? നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നാ മതി. പറ സഞ്ജു. എനിക്ക് പറയാനൊന്നേ ഉള്ളൂ, എത്രയും വേഗം നമ്മളുടെ വിവാഹം നടക്കണം. നിന്നിൽ അല്പമെങ്കിലും ജീവനുണ്ടെങ്കിൽ നിന്നെ ഞാൻ വിട്ടു പോവില്ല സ്വാതി. എത്ര ക്രൂരമായ വാക്കുകൾ കൊണ്ട് നീ എന്റെ ഹൃദയം പിളർത്തിയാലും നിന്നിൽ നിന്ന് അകന്നു പോവാൻ എനിക്ക് കഴിയില്ല. നിനക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹം പൊള്ളയായിരുന്നു എനിക്ക് ബോധ്യപ്പെടുത്തി തരാനാണോ നീ ശ്രമിക്കുന്നത്? ഞാൻ വീണ്ടും ചോദിക്കുക, നിന്റെ വിധി എനിക്കാണ് സംഭവിച്ചിരുന്നെങ്കിൽ നീ എന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാവോ? അന്നേരം ഞാനും ഇതുപോലെ നിന്നോട് പറയും, നീ മറ്റൊരാളെ സ്വീകരിക്കാൻ. നീ അത് കേട്ട് നിൽക്കോ? പറ എന്നോട്. നിനക്ക് പോയി മറ്റൊരുത്തന്റെ കൂടെ ജീവിക്കാൻ പറ്റുമോ? എങ്കിൽ നെഞ്ചിൽ കൈവച്ച് പറ, നീ അതിന് തയ്യാറാവൂന്ന്. സഞ്ജു, മോളെ, എന്നോ നമ്മൾ മനസ്സുകൊണ്ട് ഒന്നായി ചേർന്നവരാ. ഇനി ഏത് വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യും. എനിക്കെന്നോ നിനക്കെന്നോ ഒരു ലോകം ഇല്ല സ്വാതി. നമ്മുടെ ലോകം മാത്രമേ ഉള്ളൂ. രാമന്റെയും സീതയുടെയും കഥ സഞ്ജു ഓർത്തു നോക്ക്. ശ്രീരാമന് സ്നേഹമില്ലാഞ്ഞിട്ടാണോ സീതാദേവിയെ കാട്ടിൽ ഉപേക്ഷിച്ചത്? അല്ല, ആ മനസ്സ് അന്നേരം ഒരുപാട് പിടഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് ചെയ്യാതെ ശ്രീരാമന് നിവൃത്തിയില്ലായിരുന്നു. സീത കൂടെ ഇല്ലാഞ്ഞിട്ടും രാമൻ രാജ്യവും കുടുംബവും പരിപാലിച്ചു. അത് കർത്തവ്യമാണ്. സീതയുടെ രാമനുള്ളത് സ്നേഹവും. രണ്ടുപേർ തമ്മിലുള്ള പ്രണയം കേവലം സ്വാർത്ഥതയിൽ കവിഞ്ഞ് ഒന്നുമല്ല സഞ്ജു. രാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചതുപോലെ
സഞ്ജുവിനെ കുറിച്ചുള്ള എല്ലാ ചിന്തകളിൽ നിന്നും ഈ പിടിവാശിയിൽ നിന്നും പിന്നോട്ട് പോകണം. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും ബിസിനസിന് വേണ്ടിയും ജീവിക്കണം. ഈ കുടുംബത്തിൽ ഇളം തലമുറകൾ ഉണ്ടാവണം. ശ്രീകുട്ടിയോടുള്ള സഞ്ജുവിന്റെ സ്വാർത്ഥതയും മംഗലശ്ശേരി കുടുംബം അസ്തമിച്ചു പോകാൻ പാടില്ല. അതിന് ഞാൻ കാരണക്കാരിയാവരുത്. ശ്രീരാമന്റെ നിയോഗം തന്നെയാ ഇപ്പൊ സഞ്ജുവിനുള്ളത്. കഴിഞ്ഞോ? ഇനി ഞാൻ പറയുന്നത് കേക്ക്. സീതയെ ഉപേക്ഷിച്ച് രാമൻ വേറൊരു പെണ്ണിനെ സ്വീകരിച്ചോ? അവൾക്കൊപ്പം ജീവിച്ചോ? ഭൂമി പിളർന്ന് സീത ആഴങ്ങളിലേക്ക് പോയപ്പോ രാമൻ എന്ത് ചെയ്തു? രാമൻ സരയൂ നദിയിലേക്ക് ഇറങ്ങിപ്പോയി. സ്വാതിയില്ലെങ്കിൽ സഞ്ജുവിനും ആ വഴിയേ ഉള്ളൂ. അച്ഛ, ഇനി ചേച്ചിയോടൊന്നും പറയരുതെന്ന് പറ. വേർപിരിഞ്ഞ് അവർക്ക് ജീവിക്കാനാവില്ല. സ്വാതി, ഏത് കാട്ടില നിന്നെ ഞാൻ ഉപേക്ഷിക്കേണ്ടത്? പറ. എന്നിട്ട് ഏത് സരയുവിലും ഞാൻ എന്റെ ഈ പാഴ്ജന്മം ഒഴുക്കാം. സഞ്ജു, നീ എന്നെ വിട്ടു പോവോ? അതിന് കഴിയോ മോളെ നിനക്ക്? സഞ്ജുവിന്റെ ജീവശ്വാസമല്ലേ സ്വാതി? സഞ്ജു, love you, സഞ്ജു, love you. Love you so much. എന്താ ഡോക്ടർ ഇവള് കണ്ണ് തുറക്കാത്തത്? അതിന് മാത്രം ബ്ലഡ് നഷ്ടമായിട്ടില്ല. ഡോണ്ട് വരി മാഡം. അൺകോൺഷ്യസ് ആയത് ബ്ലഡ് പോയത് കൊണ്ടോ സൂയിസൈഡ് അറ്റംപ്റ്റ് ആയതുകൊണ്ടോ അല്ല. താങ്ങാൻ പറ്റാത്ത ആഘാതം കുട്ടിയുടെ മനസ്സിലേറ്റതുകൊണ്ടാ. ഇപ്പൊ പേടിക്കാനൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ കണ്ണു തുറക്കും. ശരി ഡോക്ടർ. എനിക്കൊരു കാര്യം മാഡത്തിനോട് പറയാനുള്ളത്, ഇത്തരം സിറ്റുവേഷനിലേക്ക് കുട്ടിയെ കൊണ്ടുപോകാൻ നോക്കണമെന്നാണ്. ചെറിയൊരു ട്രോമ പോലും താങ്ങാനുള്ള മാനസികാവസ്ഥയിലല്ല കുട്ടി. എന്തിനാ കുട്ടി ഇത് ചെയ്തതെന്ന് സാവകാശം ചോദിച്ച് മനസ്സിലാക്കണം. വീണ്ടും ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് തള്ളിവിടാതെ വേണ്ടത്ര കെയർ കൊടുക്കണം. ശാസിക്കാൻ ശ്രമിക്കരുത്. ഞാൻ ചോദിച്ചറിയാം ഡോക്ടർ. ഓപ്പണായിട്ട് തന്നെ പറയാം. ലവ് ഫെയിലറോ മറ്റോ ആണെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തുക തന്നെയാണ് ഏറ്റവും നല്ലത്. ശരി, കുറച്ച് കഴിഞ്ഞ് ഞാൻ വരാം. ഡോക്ടർ പ്ലീസ്, ഇതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആണെന്ന് പുറത്ത് ആരും അറിയരുത്. ഇറ്റ്സ് ഓക്കെ. മല്ലികയ്ക്ക് ലീവ് എടുക്കാൻ പറ്റിയ സമയം. അവള് വരട്ടെ. വേണ്ട നമ്പീശ, നടന്നതൊന്നും മല്ലിക അറിയരുത്. ഇത് ചന്ദ്രവർമ്മയുടെ കാതിലെത്താനും പാടില്ല. ഇനി മല്ലികയെ തിരികെ കൊണ്ടുവരണമെന്ന് നമ്മൾ ശരിക്കൊന്ന് ആലോചിക്കണം. അവള് തന്നെയാ മോക്ക് വളം വെച്ചു കൊടുത്തത്. മല്ലികയെ മാറ്റി നിർത്തുന്നത് തന്നെയാ നല്ലത്. എന്റെ കുട്ടിയുടെ മനസ്സ് ഇത്രയ്ക്ക് വേദനിക്കാൻ മാത്രം മംഗലശ്ശേരിയിൽ എന്താ നമ്പീശ ഉണ്ടായത്? എന്താ മോളെ സംശയം? സഞ്ജന മോളെ അവരെ ആട്ടി ഇറക്കി വിട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ജീവിതം തന്നെ നമ്മുടെ കുട്ടി വേണ്ടെന്ന് വെക്കില്ല.
ഈ കുരുക്കിൽ നിന്ന് മോളെ മോചിപ്പിച്ചു കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. എന്റെ മോളെ അവർ ഒഴിവാക്കിയതാണെങ്കിൽ ഇനി എനിക്കൊന്നും നോക്കാനില്ല നമ്പീശ. ഇവളൊന്ന് കണ്ണു തുറക്കട്ടെ. അതുവരെ ഇവൾക്കരികിൽ ഞാനിരിക്കും. എന്തായാലും നീ ആ പ്രശ്നം പരിഹരിച്ചത് നന്നായി. എന്തൊക്കെ പറയാമെങ്കിലും നീ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയ പിന്നെ സ്വാതി ഉണ്ടാവില്ല. അവൾക്ക് സഹിക്കാൻ കഴിയില്ല. ഞാൻ അതിന് തയ്യാറായിട്ട് വേണ്ടടാ നീ മുൻകൂട്ടി അത് പറയാൻ. സഞ്ജനയോട് തക്ക സമയത്ത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് നീ പ്രതികരിച്ചത് നന്നായി. എല്ലാവരും അവളുടെ ഉദ്ദേശം അറിഞ്ഞ നിലയ്ക്ക് ഇനി സഞ്ജനയോട് വന്നാൽ ആരും എടുത്ത് തലേ വെക്കില്ല. സ്വാതിയെ കാണാൻ അവൾ വരുന്നതെന്നല്ലേ എല്ലാവരും കരുതിയത്. ഇപ്പോഴാടാ നീ പഴയ സഞ്ജുവായത്. സഞ്ജനയുടെ മനസ്സ് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട്. അവൾക്കതൊരു അപമാനം തന്നെയല്ലടാ. ഞാൻ അവളോട് അത്രയ്ക്ക് കടുപ്പിച്ച് സംസാരിക്കില്ലായിരുന്നു. പക്ഷേ എന്റെ അപ്പോഴത്തെ സിറ്റുവേഷൻ അതായിരുന്നു. ആകെപ്പാടെ എന്താ പറയാ, കിളി പറന്ന മട്ടിലായിരുന്നു ഞാൻ. ഉള്ളിലൊന്ന് ഒളിപ്പിച്ചു വെച്ചുള്ള പ്രഭയങ്ങളുടെ ഡബിൾ പ്ലേ, സഞ്ജനയെ ക്ഷണിച്ചു വരുത്തിയ ഉടൻ സ്വാതിയുടെ സജഷൻ. എടാ ഇങ്ങനെയല്ലാതെ പിന്നെ ഞാൻ എങ്ങനെ അന്നേരം പെരുമാറുക? അത് കുറഞ്ഞു പോയിന്ന് ഞാൻ പറയും. ഇതോടെങ്കിലും അവളും തിരിച്ചു പോയാൽ മതി. അവളെ വിളിച്ച് എനിക്കൊരു സോറി പറയണോടാ. അവളുടെ മനസ്സൊന്ന് നേരെ ആവട്ടെ. എന്റെ അവസ്ഥ സഞ്ജനയ്ക്ക് മനസ്സിലാവും. അമ്മ വരുന്നുണ്ടല്ലോ. ആ ഇനി എന്ത് ടെൻഷനായിട്ട് അവളുടെ വരവെന്നറിയില്ല. സ്വാതി പറഞ്ഞു വിട്ടതാവും. എന്താ അമ്മു? നീ പറ, എന്ത് പ്രശ്നവും നേരിടാനുള്ള തയ്യാറെടുപ്പില്ല ഞാനിപ്പോ. നീ മടിക്കാതെ കാര്യം പറ. നാളത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ, നിന്റെ ബർത്ത്ഡേ ആണോ? അല്ല. പിന്നെന്താ, നീ തന്നെ പറ. നിങ്ങൾ മറന്നു കാണുമെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ഒരു കല്യാണ നാടകം നടന്നിട്ട് നാളെ 1 വർഷമാവുന്നു. അമ്മു, നാളെയാണോ വിവാഹ വാർഷികം? അതെ രാജേട്ടാ, ഈ താലി എന്റെ കഴുത്തി വീണിട്ട് നാളെ 1 വർഷം തികയും. ഇതുവരെ ഞാനിത് കഴുത്തുനിന്ന് അഴിക്കാതെ കൊണ്ടു നടന്നത് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ. നിങ്ങളത് പരിഹസിച്ച് തള്ളിയാലും ഞാനത് വിശ്വസിക്കുന്നു. അത് സത്യം തന്നെ അമ്മു. അമ്മു സഞ്ജുവിന് വേണ്ടി ലക്ഷ്മി പൂജ മുടക്കം വരാതെ ചെയ്ത് പൂർത്തിയാക്കിയ ശേഷം സഞ്ജുവിന് ആപത്തുകളൊന്നും സംഭവിച്ചിട്ടില്ല. അതിനു മുമ്പ് സംഭവിച്ചൊന്നും സഞ്ജു പറഞ്ഞാലും ഞാൻ മറക്കില്ല. അമ്മുവിന്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് സഞ്ജുവിനോട് പറ. അതൊരു കല്യാണമായി നീ ഞാനും കരുതുന്നില്ല. എങ്കിലും നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ദിവസമാ. ഏതോ ഊടുവഴികൾ താണ്ടി കല്യാണ പെണ്ണായി നീ എന്റെ മുന്നിലേക്ക് ഓടിക്കിതച്ചുകൊണ്ടുവന്ന ആ ദിവസം. വിവാഹ എന്ന സ്വപ്നത്തിൽ സ്നേഹിച്ച പെണ്ണിനെ താലോലിച്ച് നടന്ന ഞാൻ നേരെ ഒരു കതിർമണ്ഡപത്തിലേക്ക്. നാദസ്വരത്തിന്റെ മേളം. പരിചിതമായ ഒരു മുഖം പോലും എനിക്ക് അവിടെ കാണാനായില്ല. എല്ലാം അപരിചിതർ. അറിയാവുന്ന ഏക മുഖം അവിടെ
വലിയ ഫ്ലെക്സുകളിൽ വെച്ച എന്റെ മുഖം മാത്രമായിരുന്നു. ആ ദിവസം ഞാൻ എന്റെ ജീവിതത്തിൽ എങ്ങനെ മറക്കാനാ? ഡേറ്റ് ഓർമ്മയില്ലാന്ന് മാത്രം. വിവാഹത്തിന് മുമ്പ് ഞാൻ പെരുവണ്ണപുരത്ത് അമ്മയുടെ ഒരു കാര്യം നേർന്നിരുന്നു. മുത്തശ്ശി പറഞ്ഞിട്ടാ ഞാൻ നേർന്നത്. എല്ലാ വർഷവും വിവാഹനാൾ അമ്മയെ വന്ന് തൊഴാന്ന്. അമ്മയ്ക്ക് ഒരു പാട്ടേസാരി നേർച്ച വെക്കാമെന്നും പറഞ്ഞിരുന്നു. എനിക്കത് ചെയ്യണം. നേർച്ച ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ചെയ്യണം. എനിക്കതിൽ മാറ്റമൊന്നുമില്ല രാജുവേട്ടാ. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ആ ദിവസം ഞാൻ പെരുവണ്ണാപുരത്ത് അമ്മയുടെ മുന്നിൽ എത്തിയിരിക്കും. എന്റെ മരണം വരെ അതുണ്ടാവും. നാളെ രാവിലെ ഞാൻ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അത് നിങ്ങളോട് പറയാനാണ് ഞാൻ വന്നത്. നീ കൂടെ ചെല്ലണമെന്ന് അമ്മ പറയാതെ പറഞ്ഞിട്ടാ പോയത്. നാളെ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് നീ അമ്മൂന്റെ കൂടെ പോണം. ഞാൻ അവളുടെ കൂടെ അവളുടെ നാട്ടിലേക്ക് പോനോ? നിനക്കെന്താ തലയ്ക്ക് വെളിവില്ലേ? ഓരോ തവണ ഞാൻ ആ നാട്ടിൽ പോയാലും ഓരോ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാറ പതിവ്. ആ സ്ഥലത്തിന്റെ പേര് കേട്ടാൽ തന്നെ എനിക്ക് മനസ്സമാധാനം നഷ്ടമാവും. എടാ, അവള് പോവുകയോ പ്രാർത്ഥിക്കുകയോ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. എന്നെ ഇതിൽ നിന്നും വിട്ടേക്ക്. ഡാ, നീ ഒന്ന് നിന്നേ. എങ്ങനെയാണ് അവളെ തനിച്ച് പറഞ്ഞു വിടുന്നേ? അങ്ങനെയെങ്കിൽ നീയും കൂടെ ചെല്ലേ. ആ ദിനേശങ്ങളെയും കൂടെ കൂടിക്കോ. നിങ്ങൾക്ക് ഒരു ജോലി ട്രിപ്പ് പോവും. ആ നാട്ടുകാരെ നിനക്കറിയാലോ. അമ്മു അവർക്ക് പ്രിയപ്പെട്ടവളാ. ഭർത്താവോടൊന്ന് ചോദിച്ചാ അവളെന്തു പറയും? അതിനെ നീ വിഷമിക്കണ്ട. അവരുടെ ചോദ്യത്തിനുള്ള മറുപടി അവള് തന്നെ പറഞ്ഞോളൂ. പിന്നെ ഞാൻ അമ്മുവിന്റെ ഭർത്താവല്ല, രക്ഷകന. അത് നീ മറക്കണ്ട. മമ്മി ക്ഷമിച്ചു. ദേ, എന്റെ മോള് സങ്കടപ്പെടാതിരുന്നാ മതി. മമ്മി എന്നോടൊന്നും ചോദിച്ചില്ല. മമ്മിയോട് ഒരു വാക്ക് പോലും പറയാതെ മോള് പോയെങ്കിലോ? ഇപ്പൊ മമ്മിയെ ഓർക്കുന്ന മോള് അപ്പ അതൊന്നും ഓർത്തില്ലല്ലോ. കരയരുത്. കരഞ്ഞു തീർക്കാനുള്ളതല്ല പെണ്ണിന്റെ ജീവിതം. നിന്റെ മമ്മി തന്നെ നിനക്കൊരു ജീവിത പാഠമല്ലേ മോളെ? മമ്മിയെ ആദ്യമായി ദക്ഷ എന്ന് വിളിച്ചത് നിന്റെ ഡാഡിയുടെ അമ്മയാ. സ്വന്തം അമ്മയുടെ പേര് നിന്റെ ഗ്രാൻഡ്മ എനിക്കിട്ടത്. ആ പേരിനൊരു ബലമുണ്ടായിരുന്നു. ഗൗരിനന്ദന എന്ന ദുർബലയായ പെണ്ണിന് ചിറക് മുളച്ചത് അവിടെ നിന്നാ. മോളിപ്പ കാണിച്ച അവിവേകം നിനക്കൊരു പാഠമാവണം. വാ, അകത്തേക്ക് പോവാം. വാ. ഇരിക്കെ. മമ്മി എന്നെ ഒന്ന് ശ്വാസിക്ക്. ദേ, മമ്മി നിന്നെ കുറ്റപ്പെടുത്തുകയോ ശാസിക്കുകയോ ചെയ്യില്ല. നിന്റെ മനസ്സ് ഇപ്പൊ ശാന്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ വേദന സഹിക്കാൻ കഴിയാതെ ചെയ്തു പോയതാ മമ്മി.
ഇതിലൂടെ ജീവൻ ഒഴുക്കി കളയുകയാണോ അതിനുള്ള പ്രതിവിധി? ഒരു ജീവന്റെ തുടിപ്പായി മമ്മിയുടെ വയറ്റിൽ നീ വന്നു പിറന്നതു മുതൽ ഇപ്പോ എന്റെ മുന്നിൽ ഒരു പെണ്ണായി ഇരിക്കുന്നത് വരെയുള്ള ജീവിതയാത്രയെപ്പറ്റി എപ്പോഴെങ്കിലും മോള് ചിന്തിച്ചിട്ടുണ്ടോ? തളർന്നു കിടക്കുന്ന നിന്റെ ഡാഡി ഓർത്തു മോളെ? ഒരു നഷ്ടബോധത്തിൽ അവസാനിപ്പിക്കാനുള്ളതല്ല മോളെ ജീവിതം. നിനക്ക് കടമകളുണ്ട്, ബാധ്യതകളുണ്ട്. സ്വന്തം ആഗ്രഹം സഫലമാക്കാൻ മാത്രമല്ല ഒരു മനുഷ്യജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിന്നിൽ ഞങ്ങൾ അർപ്പിച്ച പ്രതീക്ഷകൾ വെറുതെയായി പോകാനുള്ളതാണോ? നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പിന്നെ ആരാ ഒരു അനന്തരാവകാശി? ആയിരക്കണക്കിന് ആളുകൾ പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നു. അവരെയൊക്കെ ആര് സംരക്ഷിക്കും? എനിക്ക് പറ്റിയത് തെറ്റ് തന്നെയാ മമ്മി. സഞ്ജു എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. എനിക്കെല്ലാം ഇരുട്ടായി തോന്നി. സ്വാതി പറഞ്ഞതാ സഞ്ജുവിനോട് എന്നെ വിവാഹം കഴിക്കാൻ. ഒരു വാശി പോലെ കാലുകൾ മുറിച്ചു മാറ്റാൻ പോകുന്നവളെ മതിയെന്ന് സഞ്ജു പറഞ്ഞപ്പോ പിന്നെ അവനിൽ എനിക്ക് എന്ത് പ്രതീക്ഷയാ ഉള്ളത്?